3 മണി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും തോട്ടത്തിലാണ് കേട്ടോ. കാരണം നമ്മൾ വയറ് നിറച്ചാൽ മാത്രം പോരല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ള ജീവികളുടെയും കൂടെ വയറ് നിറയ്ക്കണം. അതുകൊണ്ട് എപ്പോഴും തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോരും. 3 മണി തൊട്ട് ഒരു 6 മണി വരെ ഞങ്ങളിവിടെ തന്നെ നിൽക്കും. ഇപ്പം ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. പതിയെ താഴോട്ടിറങ്ങി പോകണം. ഇതൊരു പഞ്ചായത്ത് റോഡാണ് കേട്ടോ. റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്കൊന്നും വലിയ ആയുസില്ല. കാരണം ഫുള്ള് കട്ടറാണ്, ടാറോ കോൺക്രീറ്റോ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് രക്ഷിക്കാനായിട്ട് ഒരു വേലി കെട്ടിവെച്ചിട്ടുണ്ട്. കാരണം ഈ വേലിക്ക് അപ്പുറത്തോട്ട് വാഴക്കൃഷിയാണ്. ഞാൻ വീഡിയോ എടുക്കുവാണെങ്കിലും എൻ്റെ കൂട്ടത്തിൽ അനുസരണയായിട്ട് പുറകെ ഒരാൾ വരുന്നുണ്ട്. ഞാൻ പതിയെ റോഡിലേക്ക് ഇറങ്ങുന്നതനുസരിച്ച് അവനും വരുന്നുണ്ട്. വാഴയെല്ലാം കുലച്ച് തുടങ്ങിയിട്ടുണ്ട്. റബ്ബർ തൈ നട്ടപ്പോൾ റബ്ബറിനൊരു ഇടവെളിയായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഈ റബ്ബർ കേട്ടോ, ഇത്തവണ എല്ലാ വാഴയും കുലച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ വേലി നശിപ്പിക്കാനായിട്ട് വേലിയെ മാത്രമുള്ള പുല്ലോ ഞങ്ങൾ തിന്നത്തുള്ളതെന്നും പറഞ്ഞ് കുറേ കൂട്ടർ. ഒരാളാണെങ്കിൽ അങ്ങ് ദൂരത്തേക്ക് പോയി. ഇവർ വെള്ളം കുടിക്കുന്ന തോടായത് ചെറിയൊരു ഉറവയിൽ നിന്ന് ഒഴുകി താഴോട്ട് വരുമ്പോഴത്തേക്ക് അത് വലുതാവും. പോത്തച്ചൻ ഏതായാലും അപ്പുറത്ത് മാറി നിന്ന് പുല്ല് തിന്നുന്നുണ്ട്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഈ വഴക്കുണ്ടാക്കിച്ച പതിവുള്ള കാര്യമാണ്. 3 കുട്ടികളും 2 അമ്മയാടുകളും ഉണ്ട് കേട്ടോ. ഏതായാലും ഇവർക്ക് റോഡിൽ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കാനുള്ള സമയമുണ്ട്. വെറുതെ ഒരാളെ സ്വസ്ഥമായിട്ടിരുന്നപ്പം പോത്തച്ചനത് ഇഷ്ടപ്പെട്ടില്ല. ആ ഇരിക്കുന്നിടത്ത് നിന്ന് അവനെ എണീപ്പിക്കാനുള്ള പരിപാടിയാണ്. അവനത് സ്ഥിരമുള്ള കേസ് കേട്ടോ. നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ അവന് നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീപ്പിക്കണം. ഒരു കൊച്ചു കുട്ടികൾ കാണിക്കുന്നത് പോലെ ഇങ്ങനെ കുത്തി നിൽക്കും. അക്രമസക്തമൊന്നും അല്ല കേട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളുമായിട്ട് ഇണങ്ങി നിൽക്കുന്നത് കൊണ്ട് നമ്മളെ ഇതുവരെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. കുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു വടിയെടുത്തിട്ടൊരു തല്ല് കൊടുക്കുകയാണെങ്കിൽ അവനവിടെ നിന്ന് മാറി നിന്ന് പുല്ല് തിന്നോളും. 7 മാസമായി ഇവിടെ കൊണ്ടുവന്ന് വളർത്താൻ തുടങ്ങിയിട്ട്. ഇപ്പം നമ്മളുമായിട്ടെല്ലാം ഇണങ്ങിയിട്ടുണ്ട്. വൈകിട്ട് പച്ചക്കറി കടയിൽ, ഇവിടെ തൊട്ടടുത്തുള്ള പച്ചക്കറി കടയിൽ പോയി പച്ചക്കറിയുടെ വേസ്റ്റ് എടുത്തിട്ട് ഇവന് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട്. പകൽ പുല്ല് തിന്നും, പിന്നെ പുളിയരി വേവിച്ച് കൊടുക്കും. ഇതെല്ലാം ഉണ്ട്. ഓഫീസിൽ പോകാത്ത ദിവസം ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ തോട്ടത്തിൽ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള ഒരു. നല്ലൊരു അടി കൊടുത്തപ്പോഴത്തേക്ക് മര്യാദയ്ക്ക് വന്ന് പുല്ല് തിന്നുന്നതാണ് കേട്ടോ. നേരെ അവിടെ മറ്റേ തോട്ടിൻ്റെ അപ്പുറത്ത് ഇവന് കുളിക്കാനായിട്ടുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ തോട്ടിലേക്ക് പോയി ചാടിയിട്ടുമുണ്ട്. ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം പോയി കിടന്നുറങ്ങിയത്. പിന്നെ ഓസിൽ കൂടി വെള്ളം വരുന്നത് കൊണ്ട് അവൻ്റെ ദേഹത്തോട്ടത് ചീറ്റിച്ച്. കാരണം ഇവിടെ കണ്ടവോ യാതൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇവനെ കുളിപ്പിക്കുകയും നനപ്പിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം. അധികം നേരം വെള്ളത്തിൽ കൊണ്ടുവന്ന സമയത്ത് കിടക്കത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും വൈകിട്ട് ഈ കുളിപ്പീരും കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് ഇറങ്ങി പോകുന്നത്.